അപ്പോൾ ഇന്നുണ്ടല്ലോ നമുക്ക് നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നൂഡിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാഗി അല്ല, നമ്മുടെ ന്യൂഡിൽസ് ഉണ്ടല്ലോ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ടൈപ്പ് ന്യൂഡിൽസ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ ഒരു പാത്രം വെക്കുക, അതിനകത്ത് വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഉപ്പും ആവശ്യത്തെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് വെള്ളം തിളപ്പിച്ച് അതിനകത്തോട്ട് നമ്മൾ ഈ നൂഡിൽസ് ഇട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഈ വേവിച്ച് വെച്ച നൂഡിൽസ് ഉണ്ടല്ലോ ഒരു അരിപ്പ പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് അതിനകത്ത് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ട് കഴുകിയെടുക്കുക. കാരണം പച്ചവെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം, സാധാരണ ഐസ് വെള്ളമൊക്കെയാണ് കഴിയുന്നത്, ഞാൻ പൈപ്പിലെ പച്ചവെള്ളം തന്നെ എടുത്തിട്ട് നന്നായിട്ട് തന്നെ കഴുകി മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ഇട്ടു. ബട്ടറിനകത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബട്ടർ ഇട്ടു, അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്ക്, പിന്നെ അതുപോലെ ഇതിന് വേണ്ടിയിട്ട് സവാള, ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഹൈ ഫ്ലെയിമിലിട്ട് ബട്ടറിനകത്തോട്ട് നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ സവാള ഉണ്ടല്ലോ അരിഞ്ഞു വെച്ചിരിക്കുന്ന, നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതും കൂടിയിട്ട്, ഇതൊന്നും ലോ ഫ്ലെയിമിലല്ല. നമ്മൾ ഈ നൂഡിൽസിനകത്ത് ഉണ്ടാക്കുന്നത് എപ്പോഴും ചൈനീസ് ഡിഷസ് ഹൈ ഫ്ലെയിമിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ പിന്നെന്താ ഹൈ ഫ്ലെയിമിൽ സവാള നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം ക്യാരറ്റ് ഇട്ടു, അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ക്യാബേജ് ഇട്ടു, അത് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഒന്നും ഒരുപാട് വേവാൻ പാടില്ല. പിന്നെ ക്യാപ്സിക്കം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. നന്നായിട്ട് ഇത് ഏകദേശം ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്തിന് നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഉണ്ടല്ലോ അത് മൊത്തം ഇതിനകത്തോട്ട് തട്ടിക്കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോയാ സോസ് ഉണ്ടല്ലോ, സോയാ സോസ് ആവശ്യത്തിന് ഒഴിക്കുന്നുണ്ട്. 1 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ ടൊമാറ്റോ സോസ്, അത് ആവശ്യമുള്ളവർക്ക് മാത്രം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇത് രണ്ടും ഞാൻ ഒഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെപ്പർ പൗഡർ, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നൂഡിൽസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന സെയിം ടേസ്റ്റ് വരും കേട്ടോ. എൻ്റെ ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ടാണ് നൂഡിൽസിന് ഈ കളർ വന്നത്. ലൈറ്റ് ആയിട്ടുള്ള സോയാ സോസ് ആണെങ്കിൽ ഈ കളർ വരില്ല കേട്ടോ, കറക്റ്റ് കളർ വരും. ഇതിപ്പോൾ ഡാർക്ക് ആയതുകൊണ്ടാണ് നന്നായിട്ട് ഡാർക്ക് ആയിട്ടിരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റുള്ള നൂഡിൽസാണ്. നമ്മൾ വേറെ മസാലാസ് ഒന്നും യൂസ് ആക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.